അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും അള്ളാഹുവിന്റെ ദീൻ വെച്ചുകൊണ്ടുള്ള തമാശ, വിശുദ്ധ ഖുർആൻ വെച്ചുകൊണ്ടുള്ള തമാശ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ വെച്ചുകൊണ്ടുള്ള തമാശ ഇല്ല സഹോദരങ്ങളെ, പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ ദീൻ അനുവദിക്കുന്നില്ല എന്നു മാത്രമല്ല, അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് നമ്മെ പുറത്താക്കുന്ന കാര്യമാണ്. പലപ്പോഴും ദീനിന്റെ ഷിആറുകളെ പരിഹസിക്കുന്ന ആളുകളെ സമൂഹത്തിൽ സജീവമായി കാണാൻ സാധിക്കും. താടി വെക്കുന്നവരെ പരിഹസിക്കുന്നവർ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച താടി ഒരു മനുഷ്യൻ വെക്കുമ്പോ താടിയെ പരിഹസിക്കുന്ന ആളുകൾ, താടി വെക്കാനുള്ള ത്രാണി നിനക്കില്ലെങ്കിൽ, അതിനുള്ള തന്റെ ഇടമില്ലെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ് ഈ സമൂഹത്തിനേക്കാൾ എനിക്ക് വിലപ്പെട്ടതും, പരലോകമാണ് ഈ ദുനിയാവിലെ ജീവിതത്തിലേക്കാൾ എനിക്ക് പ്രിയങ്കരമായതും, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ് കാഫിറുകളുടെ ചര്യകളെക്കാൾ എനിക്ക് പ്രധാനപ്പെട്ടത് എന്ന നിലപാട് സ്വീകരിക്കാനുള്ള ത്രാണിയും ശക്തിയും നിനക്കില്ലെങ്കിൽ വെക്കണ്ട. നീയും റബ്ബും തമ്മിലുള്ള വിഷയമാണ്. എന്നാൽ താടി വെക്കുന്നവരെ പരിഹസിക്കുന്നതും താടിയെ പരിഹസിക്കുന്നതും അള്ളാഹുവിന്റെ ദീനിൽ നിന്നും നിന്നെ പുറത്താക്കുന്ന കാര്യമാണ്. സ്ത്രീകൾ മുഖം മറക്കൽ അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ച കാര്യമാണ്. ലോകത്തോ സുന്നത്തിന്റെ ഉലമാക്കൽക്കിടയിൽ സ്ത്രീകൾ മുഖം മറക്കണോ വേണ്ടയോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ആകെ അഭിപ്രായ വ്യത്യാസമുള്ളതും അത് നിർബന്ധമാണോ സുന്നത്താണോ എന്ന വിഷയത്തിലാണ്. ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ വേണ്ടതുണ്ടോ വേണ്ടതില്ലേ എന്ന വിഷയത്തിൽ ലോകത്ത് സുന്നത്തിന്റെ ഉലമാക്കൽക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഒരു സ്ത്രീ അത് ധരിക്കുന്നില്ലെങ്കിൽ ധരിക്കേണ്ട, അവളും റബ്ബും തമ്മിലുള്ള വിഷയമാണ്. എന്നാൽ അത് ധരിക്കുന്നവരെ പരിഹസിക്കാൻ നാവ് ചലിച്ചാൽ അത് നിന്നെ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പുറത്താക്കുന്ന കാര്യമാണ്. നിര്യാണിക്ക് മേലെ നീ വസ്ത്രം ധരിക്കുന്നില്ലെങ്കിൽ വേണ്ട, നീയും നിന്റെ റബ്ബും തമ്മിലുള്ള വിഷയമാണ്. അങ്ങനെ ധരിക്കുന്നവരെ പരിഹസിക്കാൻ നിന്റെ നാവുകൾ ചലിച്ചാൽ അള്ളാഹുവിന്റെ ദീനിൽ നിന്നും നിന്നെ അത് പുറത്താക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തമാശകൾ അനുവദനീയമാണ്, തമാശകൾ ഒരു വേള പുണ്യകരമാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അവസാനം പറഞ്ഞ ഈ വിഷയം, ദീൻ കൊണ്ട് തമാശ പറയൽ വളരെ ഗുരുതരമായ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് നമ്മെ പുറത്താക്കുന്ന, മുർത്തദ്ദാക്കി കളയുന്ന ഗുരുതരമായ കാര്യമാണ്. ഈ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.